കേരള ഫുഡിനെ മാർക്കറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ, നമ്മുടെ മലയാളികൾ ഇപ്പം ലോകമെമ്പാടും, ഇല്ലേ? അതെ, ശരിയല്ലേ? ഷെഫ് തീർച്ചയായിട്ടും. നോട്ട് ചെയ്തിട്ടില്ലേ അത്? എനിക്കിത് കുറച്ചുകൂടെ ഞാൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് എനിക്ക് കൂടുതൽ അറിയാലോ. ഇവരൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മളുമായിട്ട് ഒരു ബന്ധമുള്ളവരായിരിക്കും. ഒരു മിക്കവാറും ഏതെങ്കിലും രീതിയിൽ നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ കേരള ഫുഡ് ഈ പറഞ്ഞ പോലെ ഞാനിതൊക്കെ വരും ഒരു 5 വർഷം മുന്നേ പ്രവചിച്ചൊരു കാര്യമാണ് ഇത്. അത്രയ്ക്കും നമ്മുടെ ഫുഡിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ ഇംഗ്ലണ്ടിൽ സുഖമായിട്ട് ജീവിക്കാതെ ഇവിടെ വന്ന് നമുക്ക് ഇതിനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോകം മുഴുവൻ എത്തും. അത്രയ്ക്കൊരു രുചികരമായ ഒരു ഭക്ഷണമാണ്. ഓക്കെ, ക്വാളിറ്റിയുടെ കാര്യത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. കുക്കിംഗ് മെത്തേഡിൻ്റെ കാര്യത്തിൽ, ഹെൽത്തി വേർഷൻ്റെ കാര്യത്തിലൊക്കെ നമ്മുടെ ഫുഡിനുണ്ടെങ്കിലും ഇത്രയും നമ്മുടെ സ്പൈസസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് രുചി എന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റാണ് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിനെ കവച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. കാരണം അതൊരു സീ ഫുഡ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഈവൻ വെജ് ആയിക്കോട്ടെ, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവറായിട്ട് നമ്മുടെ ഈ ഭക്ഷണം പോകുമ്പോൾ എല്ലാ ചോയ്സിലും ഇത്രയും ഈ ചെറിയൊരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയൊരു സംസ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തു നിന്ന് ഉള്ള ഒരു ഭക്ഷണത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അത് ഇനി വരും നാളുകളിൽ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും സൂപ്പർ പോപ്പുലറായിട്ട് മാറും.